Easy medical coding tips. Tip number 11. If there is any injury, always use the external cause codes. നമുക്കറിയാം എന്തെങ്കിലും ആക്സിഡൻറ്റ്സ്, ഇഞ്ചുറീസ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഓൾവേസ് മേക്ക് ഷുവർ ടു യൂസ് ദി എക്സ്റ്റേണൽ കോസ് കോഡ്സ്. Like these external codes will explain us how the injury happened, where did it happen, what was the cause. അതുപോലെ തന്നെ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആണോ ഈ ഇഞ്ചുറി ഹാപ്പൻ ചെയ്തിരിക്കുന്നത്, അതോ എന്തെങ്കിലും ലെഷർ ആക്ടിവിറ്റീസ് ആണോ, അതോ എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണോ ഈ ഒരു ഇഞ്ചുറി ഹാപ്പൻ ചെയ്തത്. അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ടുള്ള ഗെയിംസ് കളിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഓൾവേസ് മേക്ക് ഷുവർ നമ്മളൊരു ക്ലെയിം സബ്മിറ്റ് ചെയ്യുമ്പോൾ ദ ഇഞ്ചുറി ലൈക്ക് വാട്ട് എവർ ഇസ് ദ ഇഞ്ചുറി ദാറ്റ് ഷുഡ് ബി ദ പ്രൈമറി കോഡ്. അതേ സമയത്ത് തന്നെ സെക്കൻഡറി കോഡായിട്ട് നമ്മൾ ഈ പറയുന്ന എക്സ്റ്റേണൽ കോസറ്റീവ് കോഡ്സ്, അതായത് വേർ ഡിഡ് ഇറ്റ് ഹാപ്പൻ, അതുപോലെ തന്നെ വാട്ട് വാസ് എ കോസ്, like where is the place, what was the patient doing when the patient had this particular injury, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ കോസിൻ്റെ കോഡ്സ് നമ്മൾ സെക്കൻഡറി ആയിട്ട് ലൈക്ക് നമ്മൾ ആഡ് ചെയ്യാൻ like നമ്മൾ ഫോളോ ചെയ്യണം when we are doing the coding. It is very important that even though these diagnosis codes are secondary codes, but it is always mandatory to add these secondary codes. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരിന് അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വാട്ട് വാസ് എക്സാക്ട്ലി ലൈക്ക് ദ സിറ്റുവേഷൻ വെൻ ദ പേഷ്യൻറ്റ് ഹാഡ് ദിസ് പെർട്ടിക്കുലർ ഇഞ്ചുറി. ഇപ്പോൾ ഒരു ഫ്രാക്ചർ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ചർ സംഭവിക്കാനുള്ള കാരണം എന്താണ്, പേഷ്യൻ്റ് എന്ത് ചെയ്യുമായിരുന്നു, ഏതൊരു സിറ്റുവേഷനിലാണ് പേഷ്യൻറ്റ് ഈ ഒരു ഫ്രാക്ചർ സംഭവിച്ചത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മുടെ പേരിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ എസെൻഷ്യലാണ് ഈ ഒരു സെക്കൻഡറി കോഡ്സ് എന്ന് പറയുന്നത്.